അങ്ങനെ ഞാൻ സന്തോഷച്ചൻ തിരഞ്ഞെടുക്കപ്പെട്ട് ജമ്മു രൂപതയിലേക്ക് ചേർന്നു. അതിനുശേഷം പലരും ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പലരും സന്തോഷച്ചനാൽ ദൈവവിളിയിലേക്ക് അടുക്കപ്പെട്ട് നമ്മുടെ രൂപതയിലേക്ക് ചേർന്നവരാണ്. അങ്ങനെ സന്തോഷച്ചൻ തൻ്റെ വൈദിക ജീവിതത്തിന് മുമ്പ് തന്നെ സെമിനാരിയിലായിരുന്നപ്പോൾ തന്നെ പലരെയും രൂപതയിലേക്ക് ക്ഷണിച്ചു, ദൈവവിളി പ്രോത്സാഹിപ്പിച്ചു. രൂപതയോടും ഈ ദൈവവിളിയോടുള്ള സ്നേഹം കാരണം സന്തോഷത്തിന് അന്ന് കാലത്ത്, ഇപ്പോൾ അധികം ഇല്ലെങ്കിലും ഒരു വിളിപ്പേരുണ്ടായി, തൂണ് എന്നൊരു വിളിപ്പേരായിരുന്നു. എന്തുകൊണ്ടായിരിക്കണം അന്ന് തൂണ് എന്നൊരു വിളിപ്പേരുണ്ടായത് എന്ന് അന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു അർത്ഥവത്തായ ഒരു വിളിപ്പേരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. തൂണ് ശബ്ദമുണ്ടാക്കുന്നില്ല, ശ്രദ്ധ തരുന്നില്ല, പക്ഷെ തൂണ് നീക്കിയാൽ കെട്ടിടം ദുർബലമാണ്.